എറണാകുളം കുർബാന വിഷയത്തിൽ സിറോ മലബാർ സഭയിലെ ചില മെത്രാന്മാർ പിലാത്തോസിനൊപ്പം കൈകഴുകുകയാണ്. വത്തിക്കാന്റെ നിയമമനുസരിച്ചുള്ള ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തണമെന്നാൽ പാമ്പ്ലാനിയുടെ സമവായ കുർബ എന്തിന് സിറോ മലബാർ സഭ മെത്രാന്മാർ പിന്തുണച്ചു എന്നാണ് ചോദ്യം. ലജ്ജയില്ലേ മെത്രാന്മാരെ ഈ പാമ്പ്ലാനിയുടെ സമവായ കുർബാനയ്ക്ക് പിന്നാലെ നടക്കാനെന്നും വിശ്വാസികൾ ചോദിക്കുന്നു. നിങ്ങൾ പിലാത്തോസിനെ പോലെ കൈകഴുകുന്നു. നിങ്ങളാണ് എറണാകുളം കുർബാന വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കുർബാന ക്രമം എറണാകുളത്ത് എന്തിനു നിങ്ങൾ വേണ്ടെന്ന് വെച്ചു തള്ളിക്കളഞ്ഞു. സഭാ നേതൃത്വം എടുത്ത തീരുമാനമാണല്ലോ സഭയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളത്. പിന്നെ ആർക്കാണ് സംശയമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. എന്നിട്ട് ഈ തീരുമാനമെടുത്തവരിൽ ചില മെത്രാന്മാർ എറണാകുളം അതിരൂപതയിൽ സിറോ മലബാർ സഭയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകീകൃത ബലിയുടെ പ്രത്യേകത, പ്രാധാന്യം, സമയം, അതിൻ്റെ ഇടവേള, ഇതൊക്കെ വിശ്വാസികൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. നിരവധി സർക്കുലറുകൾ വത്തിക്കാനിൽ വന്നിട്ട് അതൊക്കെ വിശ്വാസികൾ അറിയാത്തൊരവസ്ഥ. മേജർ ആർച്ച് ബിഷപ്പും വികാരിയും അന്ന് വൈദികരെ തിരുത്താൻ ശ്രമിക്കാതെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഈ സമവായം കൊണ്ടുവന്ന് വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സിനഡിന്റെ പക്ഷത്തു നിന്നാണോ എന്നാണ് ചോദ്യം. അല്ല, ക്രിസ്തു സത്യവും സ്നേഹവും ജീവനുമാണ്. എന്നിട്ടും ഒയ്മുഖം വെച്ചുകൊണ്ട് ക്രിസ്തുവിനെയും വിശ്വാസികളെയും അവഹേളിക്കാനായി വടിയും തൊപ്പിയും വെച്ച് നടക്കുന്ന ചില മെത്രാന്മാരാണ് ഇപ്പോൾ സഭയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ധരിച്ചിരിക്കുന്ന അടയാളങ്ങൾക്ക് ക്രിസ്തു ചാർത്തുന്ന ചില അർത്ഥങ്ങളോടൊന്നും ഓർക്കണം. മെത്രാനെയും വൈദികരെയും സമൂഹം ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. അതുമൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ, അപമാനിക്കാൻ കർത്താവ് ആർക്കും യോഗ്യത നൽകിയിട്ടില്ല. ക്രിസ്തുവിന്റെ ബലിസഹനത്തിന്റെയും ത്യാഗത്തിൻ്റെതുമായിരുന്നു. ഇന്ന് പുരോഹിതർ ക്രിസ്തു ആവശ്യപ്പെട്ട വിധമാണ് ബലി അർപ്പിക്കുന്നത് എന്നാണ് വിശ്വാസികൾ എടുത്തു ചോദിക്കുന്നത്. സിറോ മലബാർ സിനഡ് തന്നെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. എന്തായാലും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 50ഓളം വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നത് അടുത്ത ചോദ്യം. വ്യാജരേഖ കേസിൽ പ്രതികളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ എന്തുകൊണ്ട് രൂപത നടപടിയെടുത്തില്ല? കർദിനാൾമാരുടെ കോലം കത്തിച്ച വിമത പ്രവർത്തി നടത്തിയ എന്തുകൊണ്ട് അവരെ പാസ്റ്റർ കൗൺസിലിൽ അംഗമായി? വിമത പ്രവർത്തി നടത്തി ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ എന്തുകൊണ്ട് നിങ്ങൾ മെത്രാന്മാരാക്കുന്നതിന് സിനഡ് തന്നെ ഉത്തരം നൽകണം. സിനഡ് പിതാക്കന്മാർക്ക് ക്രിസ്തുവിനോടോ വിശ്വാസികളോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് അവർ തന്നെ നേരത്തെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. റോം യാത്രയ്ക്ക് ശേഷം വിശ്വാസികളെ എങ്ങനെ എന്ത് സംസാരിക്കുമെന്ന്, എങ്ങനെ നേടുമെന്ന് ആലോചിച്ചിട്ട് വേണം അതിനാൽ ഈ മാർ റാഫേലും പാമ്പ്ലാനിയും സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഒരു വാക്കുപോലും മിണ്ടാത്തത്. എന്തായാലും പോപ്പ് എന്ത് പറഞ്ഞു എന്നതിനും സത്യം പറയാൻ മേജറിനും വികാരിക്കും മടിയുമുണ്ട്, പേടിയുമുണ്ട്.